അപ്പോൾ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകൾ റിസീവ് ചെയ്യാറുണ്ട്, അല്ലെ? നമ്മൾ കൊടുക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ക്രിസ്മസിനോടനുബന്ധിച്ച് കൊടുക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്, അല്ലെ? എല്ലാ കൾച്ചറിലും നടക്കാറുണ്ട്. ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ആയിരിക്കണമെന്നൊന്നുമില്ല ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുക, റിസീവ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എല്ലാ മതക്കാരും ഇപ്പം അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് കൊടുക്കാനും റിസീവ് ചെയ്യാനൊക്കെ. സോ ക്രിസ്മസിന്റെ അവസരത്തിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്, അല്ലെ? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർ ആരുമാകട്ടെ നമുക്ക് ഗിഫ്റ്റുകൾ തന്ന് നമ്മുടെ ക്രിസ്മസിനെ ഹാപ്പി ആക്കാറുണ്ട്. സോ ഇതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ വർക്കിൽ ഇവിടുത്തെ വർക്കിൽ നിന്ന് ഗിഫ്റ്റുകൾ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ വലിയൊരു ഗിഫ്റ്റ് ഒന്നും അല്ല. സോ ഗിഫ്റ്റിൽ എന്ത് ആവട്ടെ, സോ നമുക്കിപ്പോൾ അത് വലുതാവട്ടെ ചെറുതാവട്ടെ, it doesn't matter actually. So it's just a gift. I thought of just doing a video to unbox it and show you guys what I got actually for the Christmas from work. Yeah, so let's go. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഗിഫ്റ്റിൻ്റെ ഒരു പാക്ക് ഇവിടെ റെഡിയാണ്. ആസ് യു കെൻ സീ, ലൈക്ക് ഒരു സ്മോൾ ബാഗാണ് നമുക്കുള്ളത്. ഗിഫ്റ്റ് പാക്ക് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും തന്നെ ഉള്ളതാണ് ഈ ഒരു ഗിഫ്റ്റ് പാക്ക്. സോ അത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മളിവിടെ കൊണ്ടുവന്ന കമ്പനിയുടെ ഒരു ജസ്റ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഇതെന്താണ്, ഗ്രോസേഴ്സ് ഡോട്ടർ, ദ ഗ്രീൻ ഗ്രോസർ ഡോട്ടേഴ്സ് എന്നാണ് അതൊരു ഇത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ ജസ്റ്റ് തുറക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ കവറൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. ഗോൾഡൻ കവർ മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് ഗോൾഡൻ കവർ ഒന്ന് പൊക്കി. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. യാ, സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു താങ്ക് യുവിൻ്റെ ഉണ്ട്. ഇതെന്താണ്? യുവർ ബിസിനസ് വി റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്, ഫോളോവേഴ്സ് ഓൺ greengrocers.first.com. സോ അവർ ഇത് ചെയ്യുന്നതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. കുറേ വള്ളി സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇനി ഇത് എടുത്ത് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പാക്കറ്റ് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ? സോ സാധനമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഗോൾഡൻ്റെ ആയിട്ടുള്ള പേപ്പറുകളൊക്കെ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, സോ the cover and with that golden paper. So I have this one. So what is that called? That's red onion relish cheese. ഒരു സ്മോൾ ബോട്ടിൻ്റെ റെഡ് ഒണിയൻ ആസ് relish ആണ്. ഒരു relish ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ ട്രഡീഷണൽ ഇറ്റാലിയൻ ക്രാക്കേഴ്സ് വിത്ത് സീ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ക്രാക്കേഴ്സ് ചെയ്യണോ, ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ നമുക്കുള്ളത് എന്തോ തേങ്ങാപ്പലയാണെന്ന് അറിയത്തില്ല, ഇത് എന്തോ ഒരു സാധനമാണ്. അത് എടുത്ത വഴി അത് കളഞ്ഞ്, അതെന്താണെന്ന് അറിയത്തില്ല, തിരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു തിരിയാണ്, ഒരു ഇതുണ്ടോ, തിരി ഹോൾഡറാണ് ആക്ച്വലി. ഞാൻ എടുത്ത വഴി അത് കളയുകയും ചെയ്തു. ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന ഒരു തിരി ഹോൾഡർ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള, കണ്ടില്ലേ? ഇതാണ് നമുക്ക് കിട്ടിയേക്കണ ഒരു കാര്യം. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണ്, ഒരു മിൽക്ക് ചോക്ലേറ്റ് ഫഡ്ജ് പീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇതുണ്ടോ, ഈ സാധനം. ഓക്കെ, ഇതാണ് അടുത്തത്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ഇതെന്താ സാധനമാണ്? വാട്ട് ഈസ് ദിസ്? ഐറിഷ് ഷെഡർ. I don't know nothing about this. I don't know if it's cheese or something. I don't know. Cheese of distinction. Oh my god, it looks so black. It's the cheese on it. അയ്യോ, അവിടെ നിന്നൊക്കെ ഇറ്റ് വീഴുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാമാനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനത്തെ സാധനം. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി കാണുന്നത്. ഒരു ബ്ലാക്ക് നിറത്തിലൊരു കട്ട, അതാണ് വേറൊരു സാധനം നമുക്ക് വർക്കിന് കിട്ടിയേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ എന്താണ്, ദിസ് ഈസ് Claire and F. That's beautiful life. Give what is this? It's kind of something I don't know what it's all about.
അവിടെ ഒരു സാമാനം ഉണ്ട് ഇവിടെ എന്തും മനസ്സിലായിട്ടത്. ഓ മൈ ഗോഡ്, ഈ ഫ്രിഡ്ജിലൊക്കെ കുത്തി വെക്കുന്ന സാധനമില്ലേ, അതാണ് തേങ്ങാക്കൊല. ഇത് കണ്ടോ, ഇതാണ് കാന്ത പിടിപ്പിച്ച സാധനമല്ലേ, അതാണ് നമുക്ക് കിട്ടണം. വേറൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനിയാണ് നമുക്ക് ബോസ്കോയുടെ ഒരു കുപ്പി. ഇത് പിന്നെ ക്രിസ്മസിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ, വൈൻ്റെ ഒരു കാര്യം. സോ ദിസ് ഈസ് ആക്ച്വലി ബോസ്കോ ആണ്, ബോസ്കോ ഡേ സിർമോയോലി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത് നല്ലൊരു കാര്യമാണ്, ഇത് ഒരെണ്ണം കിട്ടിയത് നല്ലൊരു കാര്യമാണ്. വല്ലപ്പോഴും ഇച്ചിരി അടുത്തൊക്കെ കുടിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ജസ്റ്റ് നമ്മുടെ വർക്കിൽ നിന്ന് കിട്ടിയ, കാരണം ഗിഫ്റ്റ് ആണ് ഇത്രയും സാധനങ്ങൾ. ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ഗിഫ്റ്റ്. നമ്മൾ ക്രിസ്മസിന് ഒത്തിരി പേർക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടല്ലേ. സോ എനിക്ക് കിട്ടിയ വർക്കിൽ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകരുത്. എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കുക, ഗിഫ്റ്റ് റിസീവ് ചെയ്യുക, കൊടുക്കുക, സന്തോഷം പങ്കിടുക. അതൊക്കെയാണ് നമ്മുടെ ഒരു രസം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടല്ലേ. നമ്മുടെ കുഞ്ഞ് ഉണ്ണീശോ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. സോ ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മെസ്സേജോട് കൂടി വരവേൽക്കാൻ ശ്രമിക്കാം. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക, നമ്മുടെ സ്നേഹം പങ്കിട്ട് കൊടുക്കുക പല രീതിയിൽ. അത് നല്ലൊരു കാര്യമാണ്. അതായത് നമ്മുടെ സ്നേഹം, നമുക്കുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് പല രീതിയിൽ പങ്കിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പങ്കിടലിലൂടെയാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമ്മുടെ ബോണ്ടിങ് ഒക്കെ നമ്മൾ പങ്കിടലിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ സ്നേഹം നമ്മൾക്ക് മാത്രം വെക്കാനുള്ള, അത് പലർക്ക് പങ്കിട്ട് കൊടുക്കേണ്ടതാണല്ലേ. നമ്മൾ ഇടുന്നതിലൂടെയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും. അപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ വേളയിൽ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ, അതിൻ്റെ വിലയോ അതിൻ്റെ കനോ അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് സ്നേഹപൂർവ്വം ഒരു ഹഗൊക്കെ കൊടുത്ത് ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ട് നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്മസിലായിരിക്കുമ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, എല്ലായിടത്തും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. സോ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് നൽകുകയാണ് കേട്ടോ. ഇൻ അഡ്വാൻസ് നല്ല രീതിയിൽ ക്രിസ്മസ് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ. ഓക്കെ, സോ ഇറ്റ്സ് ഞങ്ങൾ ക്രിസ്മസിന് വർക്കാണ് കേട്ടോ. ആക്ച്വലി ക്രിസ്മസിന് അവധിയില്ല. ക്രിസ്മസിന് 25th-നും 25th-നും 26th-നും ഞങ്ങൾക്ക് വർക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റാഫുകളൊക്കെ കൂടുമ്പോൾ ഒരു രസമല്ലേ അല്ലേ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ. നിങ്ങൾക്കൊക്കെ വലിയ ആഘോഷങ്ങളായിരിക്കും അല്ലേ. വീട്ടിൽ എല്ലാവരും കൂടെ കൂടി കേക്കൊക്കെ മുറിച്ച് അപ്പോൾ ഇറച്ചി ഒക്കെ ഉണ്ടാക്കി അല്ലേ, അടിപൊളിയായിരിക്കും. ഞാൻ വീട്ടിൽ ആയിരുന്ന സമയത്ത് ക്രിസ്മസ് എപ്പോഴും പൊളിയായിരിക്കും എൻ്റെ വീട്ടിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ക്രിസ്മസിൻ്റെ അതിൻ്റേതായ ഒരു ഭയങ്കര മഹത്വത്തോട് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കും, വീട്ടിലെല്ലാ ആഘോഷങ്ങളുണ്ടാക്കും, ലൈറ്റിടും, നക്ഷത്രം ഇട്ട് എല്ലാം അലങ്കരിച്ച് അടിപൊളിയാക്കും ക്രിസ്മസിന്. കുറേ പിന്നെ അളിയന്മാരൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ കുറേ മാലപ്പടക്കവും അത് പടക്കം ഇത് പടക്കം പന്തത്തിരി പൂത്തിരി അങ്ങനെ ഭയങ്കര ആഘോഷമാണ് വീട്ടിലെ ക്രിസ്മസ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. 5 പെങ്ങന്മാരാണ് എനിക്ക്. 5 പെങ്ങന്മാരും അതുപോലെ തന്നെ ഞാനുമാണ്. അപ്പം ആലോചിച്ച് എല്ലാവരും കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. സോ നമ്മൾ പെരയുടെ മേളിൽ അല്ലെങ്കിൽ ടെറസിൻ്റെ മേളിൽ നമ്മൾ നിറയെ പൂത്തിരി കമ്പിത്തിരി അങ്ങനെയുള്ള സർവ്വ ഇതും നമ്മൾ എപ്പോഴും മേടിക്കാറുണ്ട്. എപ്പോഴും അളിയന്മാരെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ചാണ് നമ്മൾ ക്രിസ്മസ് കൂടുന്നത്. അതുപോലെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ്. എൻ്റെ ജോസൂട്ടിൻ്റെ വലിയൊരു ക്രിസ്മസ് ആണ് ഇപ്രാവശ്യം. പക്ഷേ ഞാനവിടെ ഇല്ല. ബട്ട് എങ്കിൽ കൂടിയും ഞാനില്ലാത്തൊരു ക്രിസ്മസ് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഞാനില്ലാത്തൊരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ഒരു ക്രിസ്മസ് ആയിരിക്കും. സോ പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ ഒരു ജോലിയുടെ ഭാഗമായിട്ടും ഒക്കെ ദൂരെയാണ് താമസിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും എല്ലാവരെയും മിസ് ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ്. പക്ഷെ ഇതുപോലെയുള്ള സമ്മാനങ്ങളും ഇതുപോലെയുള്ള നമ്മുടെ കരുതലുകളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ക്രിസ്മസിന് സമയത്ത് നമ്മൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലേ. അപ്പം എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആകട്ടെ ഇത്തവണ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനകളിലും പാതിരാ കുർബാനകളിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും എല്ലാവരും പങ്കെടുക്കുക, അടിച്ചു പൊളിച്ച് ക്രിസ്മസ് കൂടാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഒന്നുകൂടി ക്രിസ്മസ് ആശംസിക്കുന്നു. Dublin English Malayalam.